ആദ്യമായി തന്നെ എൻ്റെ കഥയെയും കവിതയെയും ഒക്കെ സ്വന്തം രീതിയിൽ കാണുകയും വിശദീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത എത്രയോ വർഷങ്ങളായി സുഹൃത്തുക്കളായ ഈ 3 പേർക്ക് ഞാൻ നന്ദി പറയട്ടെ. ഇത് വാസ്തവത്തിൽ എനിക്ക് വേണ്ടിയുള്ള ഒരു പുസ്തക പ്രകാശന വേള എന്നതിലേറെ സന്തോഷിനെ അഭിനന്ദിക്കാനുള്ളൊരു വേള എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. അന്ധകാരനഴി മുതൽ ശ്രദ്ധിക്കുകയും എല്ലാ കഥകളും എഴുതുന്നതെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്ത് ഞാൻ വളരെ കുറച്ച് വായിക്കാറുള്ളൂ കേട്ടോ. മലയാളത്തിൽ പ്രത്യേകിച്ചും വളരെ തിരഞ്ഞെടുത്ത ആളുകളെ വായിക്കാറുള്ളൂ. അതിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരാളാണ് സന്തോഷ് കുമാർ. അതുകൊണ്ട് കാരണം അവാർഡുകൾ നൽകുമ്പോൾ ഈ എഴുത്തുകാരനോ എഴുത്തുകാരിയോ അല്ല ബഹുമാനിക്കപ്പെടുന്നത്. എല്ലാ കാലത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ അവാർഡുകൾ ബഹുമാനിക്കപ്പെടുകയാണ്. അർഹരായ ആളുകൾക്ക് കിട്ടുമ്പോൾ ആ അവാർഡുകൾ പ്രധാനമായി മാറുകയാണ്. ആ രീതിയിൽ വയലാർ അവാർഡ് അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് തിരിച്ചു വന്ന ഒരു കാലം കൂടിയായി ഒരുപക്ഷെ ഈ വർഷത്തെയും ഈ പുരസ്കാരത്തെയും ഒക്കെ സാഹിത്യചരിത്രം രേഖപ്പെടുത്തി എന്ന് വരാം. ഞാൻ പറയാനായി പ്രത്യേകിച്ച് ഒന്നും തന്നെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്ക് വല്ല ചോദ്യങ്ങളുടെ ചോദിക്കാം. 1-2 കാര്യങ്ങൾ ഇവർ പറഞ്ഞതിനോട് പ്രതികരിച്ച് പറയാൻ ശ്രമിക്കുകയും ചെയ്യാം, ഒട്ടും ദീർഘമാക്കാതെ. ഒന്നാമത് ഇവിടെ സൂചിപ്പിച്ച വിശേഷവൽക്കരണത്തിൻ്റെ കാര്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിലെ മറ്റൊരു ഭാഷയിലും നോവലിസ്റ്റുകൾ, കഥാകൃത്തുക്കൾ, കവികൾ എന്ന് പറഞ്ഞ പ്രത്യേകമായി എഴുത്തുകാരെ തിരിക്കുന്ന ഒരു രീതിയില്ല. ഇത് അനേകം പ്രദേശങ്ങളിലൂടെ ഇന്ത്യയിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ എനിക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയുന്നുണ്ടാവില്ല UR അനന്തമൂർത്തി ഒരു ഗംഭീരനായ കവിയാണ് എന്ന്. കവിയാണ്, കഥാകൃത്താണ്, നോവലിസ്റ്റാണ്. അതിനെല്ലാം ഉപരി എന്ന് പറയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മഹാചിന്തകനുമാണ്. ഇത് നാം ആദരിക്കുന്ന ഒരുപാട് എഴുത്തുകാരെ സംബന്ധിച്ച് ശരിയാണ്. അവരെ ആരും അതിന് കുറ്റപ്പെടുത്തുകയോ തങ്ങളുടെ സവിശേഷ മേഖല വിട്ട് അതിർ ലംഘിച്ചതിൻ്റെ പേരിൽ തടവറയിലിടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നാമും ഒരുപക്ഷെ ആ തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭാഷയിൽ ചെയ്യുന്ന ഈ പല രീതികളിലുള്ള കൊത്തുപണികളെ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായും പറയുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആത്യന്തികമായ പണിയായുധം അപ്പോഴും ഭാഷ തന്നെ ആയിരിക്കുന്നു. ഞാൻ 75-ലാണോ 70-ലാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കഥ എഴുതാൻ ആരംഭിച്ചത്. അങ്ങനെയുള്ള ആളുകൾ എത്ര പേർ ലോകത്തുണ്ട് എന്നും എനിക്കറിഞ്ഞുകൂടാ. ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആദ്യത്തെ പുസ്തകം അനന്തരം എന്നുള്ള ഒരു കഥാപുസ്തകമായിരുന്നു. അതിൽ പെട്ടെന്നൊരു ദിവസം രാത്രിയാണ്, എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്കറിയാം, പലപ്പോഴും രാത്രി 2 മണിക്ക് ഞാൻ എണീറ്റ് പോയി എന്തെങ്കിലുമൊക്കെ കുറിച്ചിടുന്നത് കാണാം. കവിതയും കഥയും മിക്കവാറും ഉണ്ടാകുന്ന സമയം അതിവിചിത്രമായ ഈ ഒരു മുഹൂർത്തമാണ്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ രവി അന്ന് പാമ്പ് കടിച്ച് മരിച്ചു എന്ന് വിജയൻ പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് രവിക്ക് തിരിച്ചു വന്നുകൂടാ എന്നൊരാലോചന വരികയും അതുമാത്രം തൽക്കാലം ഒന്ന് കുറിച്ചിടുകയും ചെയ്ത് പിറ്റേ ദിവസം അതൊരു കഥയായി വികസിപ്പിച്ചതായിരുന്നു അനന്തരം എന്നുള്ള കഥ. അതിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ വിജയൻ തന്നെ ഒരു കഥാപാത്രമായി വരുന്നുണ്ട്. സമകാലീന
ജീവിതം അതിൽ കടന്നു വരുന്നുണ്ട്. അതിലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലെല്ലാം ആയിരിക്കാമെന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്. അതിൽ രാഷ്ട്രീയമുണ്ട്, ജീവിതമുണ്ട്, ഒരു നോവലിൻ്റെ ഭൂതകാലത്തെ ഒരു നോവലിൻ്റെ വർത്തമാനമുണ്ട്. ഒരുപക്ഷെ കഥയിലും കവിതയിലുമെല്ലാം തന്നെ ഇഴപിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെയുള്ള അനേകം ഘടകങ്ങൾ സ്വാഭാവികമെന്ന പോലെ ജൈവമായി ഐക്യപ്പെടുകയും അവ ഒന്നിച്ച് ഒരു വലിയ പ്രവർത്തനമെന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുകയും അതിൽ ആഘാതങ്ങൾ, പ്രത്യക്ഷവും പരോക്ഷവുമായ ആഘാതങ്ങൾ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട്, ഞാനിപ്പോഴത് ഓർക്കുന്നു, ഞാൻ ഈ കഥാപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഫ്രാൻസിൽ പോകുമ്പോൾ പാരീസിൽ വെച്ച് ഒരു ഫ്രഞ്ച് റേഡിയോ ഒരു അഭിമുഖം നടത്തി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം അന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയെങ്കിലും ഇന്നെന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. അയാൾ പറഞ്ഞൊരു ഫ്രഞ്ചുകാരനായിരുന്നു. ഞങ്ങളുടെ അഭിമുഖ സംഭാഷണം അയാൾ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾ ആയതുകൊണ്ട്, ഇംഗ്ലീഷ് അറിയുന്ന ഫ്രഞ്ചുകാർ അത്ര പേരത്തൊന്നും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന യൂറോപ്പ് മുഴുവനൊന്നും ഇംഗ്ലീഷ് ഇല്ല, ഇന്ത്യയിലുള്ള പോലെ. ഏതായാലും അദ്ദേഹം ഇംഗ്ലീഷിലാണ് എന്നോട് സംസാരിച്ചത്. അതിനോട് ചോദിച്ചു, നിങ്ങളുടെ കവിതയിൽ കഥയുടെ ഒരുപാട് അംശങ്ങൾ ഞാൻ കാണുന്നു എന്ന്. ഞാനൊരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അന്ന് എൻ്റെ ഇപ്പോഴും അതെ, ഫ്രഞ്ചിലൊരു പുസ്തകമേ ഉള്ളൂ, ഫ്രഞ്ചിലെ ഭാഷയിൽ തർജ്ജമ ചെയ്യപ്പെട്ട ഒരു പുസ്തകമേ ഉള്ളൂ. മറ്റ് കുറേ അധികം ഭാഷകളിലുണ്ട്. പക്ഷെ അപ്പോൾ ആ ഒരു പുസ്തകം അദ്ദേഹം വായിച്ചിരിക്കാൻ ഇടയുള്ളൂ. ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ടാവാൻ ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഗാന്ധിയും കവിതയും എന്ന കവിത അതിലുണ്ടായിരുന്നു. ഗാന്ധിയും കവിതയും എന്തുകൊണ്ടൊരു കഥയായിക്കൂടാ? ഗാന്ധിയും വൃക്ഷവും, ഗാന്ധിയുടെ ഇതൊരു പരമ്പരയായിട്ട് എഴുതിയതല്ലെങ്കിൽ ഒരുപാട് കവിതകളുണ്ട് പഴയ കാലം മുതൽ. ഗാന്ധിയും വൃക്ഷവും എന്നത് എന്തുകൊണ്ടൊരു കഥയായിക്കൂടാ? ഇങ്ങനെ ഞാൻ ആലോചിച്ച് വന്നപ്പോൾ ഒരുപാട് കവിതകൾക്ക് വേണമെങ്കിൽ കഥകളാകാവുന്ന ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഈ കവിതകളിൽ നിന്ന് കഥകൾ പൊട്ടിമുളച്ചേക്കാവുന്ന ഒരവസ്ഥയുണ്ട്. അത് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായി ശ്രദ്ധിച്ചത്. പിന്നെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ കവിതകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ശരിക്കും പശുവും പുലി എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്ത് കഥയുള്ള നെരേറ്റീവ് ആഖ്യാന കവിതകൾ തന്നെ എഴുതിയിട്ടുണ്ട്. യന്ത്രമെന്ന് പറഞ്ഞ് വേറൊരു കവിത, ഈ റോബോ ഒക്കെ വരുന്നതിന് മുമ്പ് എഴുതിയതാണ്, ഒരു മനുഷ്യൻ യന്ത്രമായി മാറുന്നതിനെ പറ്റിയുള്ള കവിത. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷേ കവിതയുടെ അടിയിലെവിടെയോ കഥയുടെ ഒരു ഘടകമുണ്ട്. അല്ലെങ്കിൽ കഥ നാം സ്വരൂപിക്കുന്ന ഭാവന തന്നെയാണ് ഒരർത്ഥത്തിൽ കവിതയെയും രൂപപ്പെടുത്തുന്നത്. ഇങ്ങനെ, കാരണം ഭാവനയും ഭാഷയുമാണ് ആത്യന്തികമായി എഴുത്തുകാരൻ്റെ ഉപകരണങ്ങൾ. ഇത് രണ്ടും തികച്ചും വൈയക്തികമല്ലാത്തത് കൊണ്ട് സമൂഹവും സ്വാഭാവികമെന്ന പോലെ അതിൽ കടന്നു വരുന്നു. ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഈ സമൂഹം ഭാഷ എന്നൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ ഭാഷ എന്ന് പറയുന്നത് ഞാനുണ്ടാക്കിയ ഭാഷയിലല്ല ഞാൻ എഴുതുന്നത്. ശൈലീ വ്യത്യാസങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ ഭാഷ തലമുറകളായി നമ്മുടെ അച്ഛനമ്മമാരും മുതുമുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ്. അതുകൊണ്ട് ഈ ഭാഷ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഷയിലാണ് ഒരു സമൂഹം മുഴുവൻ ഒരു തലമുറയല്ല, അനേകം തലമുറകളിൽ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ എഴുതുന്ന ഏതെങ്കിലും വാക്കിന് ഈ സമൂഹത്തിൻ്റെ മുദ്രയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന്? കാരണം നമ്മുടെ ഓരോ വാക്കിനും അർത്ഥം നൽകുന്നത് ഞാൻ നൽകുന്നതല്ല, ഒരു നിഘണ്ടു, ഏറ്റവും വലിയ നിഘണ്ടുകാരന്മാരെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, അവർ പോലും നൽകുന്നതല്ല. വളരെ തലമുറകളായി മനുഷ്യർ നൽകിപ്പോന്ന, ചിലപ്പോഴൊക്കെ അല്പം മാറ്റത്തോടെ നൽകിപ്പോന്ന അർത്ഥങ്ങളാണ് ഓരോ വാക്കിനുമുള്ളത്.
ഓരോ വാക്കിനും അതിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ ഒരു ജീവിതവും അതിന് പിറകിലൊക്കെ അതിൻ്റെ ഉത്ഭവമുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് അല്പം മുമ്പ് സംസാരിക്കായിരുന്നു, ഈ മലയാള ശുദ്ധിവാദത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും. ഈ മലയാള ഭാഷ എത്രയോ ഭാഷകൾ ചേർന്നുണ്ടായ ഒരു ഭാഷയാണ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും. മലയാള ഭാഷയല്ല, എല്ലാ ഭാഷകളിലും ഈ തരത്തിലുള്ള അശുദ്ധികൾ ഉള്ളത് കൊണ്ടാണ് ആ ഭാഷ ഇത്രയേറെ ശക്തമായിരിക്കുന്നത്. അശുദ്ധമായതിന് ചിലപ്പോൾ വളരെ കരുത്ത് ഉള്ളതും ശക്തമാകാനും കഴിയും എന്നുകൂടി ഭാഷകളെല്ലാം തന്നെ തെളിയിക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10% മാത്രം ആംഗ്ലോ സാക്സൺ വാക്കുകളുള്ള ഇംഗ്ലീഷ് ഭാഷ ശക്തമായിരിക്കുന്നത് അതിലുള്ള ഡച്ചും പോർച്ചുഗീസും ഫ്രഞ്ചും ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് പോലുമുള്ള വാക്കുകളും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ ഭാഷയ്ക്ക് സ്വയം ഒരു ജീവിതമുണ്ട്. ആ ഭാഷയെ ജീവിതം ആവിഷ്കരിക്കാൻ ഉപയോഗിക്കുമ്പോൾ ആ ഭാഷയുടെ ജീവിതവും ആ ഭാഷയിൽ ആവിഷ്കരിക്കപ്പെടുന്ന ജീവിതവും ഒന്നിച്ചു ചേരുകയും അതിനെ നാം ഒരു വലിയ സർഗാത്മകമായ ഭാഷാ പ്രയോഗമായി നമ്മെ മുഴുവൻ ബാധിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, അനുഭവിപ്പിക്കുന്ന ഒന്നായി തിരിച്ചറിയാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ കഥയിലായാലും കവിതയിലായാലും നാടകത്തിലായാലും എല്ലാം ഈ ഭാഷ മറ്റനേകം രൂപങ്ങൾ, ഞാൻ എല്ലാവരും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഏത് രൂപത്തിലായാലും ആത്യന്തികമായി ഈ ഭാഷയും ഭാവനയും സമൂഹവും ചേർന്ന് ആണ് ഇവയെല്ലാം തന്നെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമുക്കൊരു കവിതയെ കഥയായി വായിക്കാനോ ഒരു കഥയെ കവിതയായി വായിക്കാനോ ഇവിടെ തൊട്ട് മുമ്പ് ഉണ്ടായതുപോലെ കഴിയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കവിതകളിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ആത്മകഥാപരമായ അംശമുണ്ട്. അത് എൻ്റെ കഥകളിലും കവിതകളിലും ധാരാളമുണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ ഏറ്റവും സാമൂഹ്യം വിപ്ലവകരം എന്നൊക്കെ പറയുമ്പോഴും വളരെ വൈയക്തികം കൂടിയായ എന്തോ ഒരു ഘടകം അതിൽ മുഴുവൻ തന്നെ ഉണ്ടായിരുന്നു. ഈ ബെസ്റ്റ് പ്രിന്റേഴ്സിനെ പറ്റി പറഞ്ഞു, ശരിക്കും ഉണ്ടായിരുന്ന പടിഞ്ഞാറക്കോട്ടയ്ക്കുള്ളിൽ ഞാൻ എന്നും കടന്നു പോകുമ്പോൾ കാണുന്നതാണ് ഒഴിഞ്ഞൊരു വളപ്പ്. അവിടെയായിരുന്നു ബെസ്റ്റ് പ്രിന്റേഴ്സ് ഉണ്ടായിരുന്നത്. അവിടെ ഇരുന്ന് ഈ മരിച്ചുപോയ ആളുകൾ, എൻ്റെ സുഹൃത്തുക്കൾ റഹീമിൻ്റെ കൂട്ടുകാരും എല്ലാവരും അവിടെ ഇരുന്ന് മരിച്ച ശേഷം അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നത് ഞാൻ വാസ്തവത്തിൽ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ഭാവനയും ഒരു സ്വപ്നാത്മകതയും യാഥാർത്ഥ്യ ബോധവും ഒക്കെ തന്നെ അല്പം തകിടം മറിയുന്ന, അല്ലെങ്കിൽ അവയൊക്കെ തകിടം മറിക്കുന്ന എന്തോ ഒന്ന് സാഹിത്യത്തിൽ ഒരു അട്ടിമറി ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട്. അത് ഭാഷയെ മാറ്റുന്നുണ്ട്, ഭാവന കലർത്തി യാഥാർത്ഥ്യത്തെ മാറ്റുന്നുണ്ട്. നാം പലപ്പോഴും യഥാർത്ഥ സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ലായിരിക്കും നമുക്ക്, കാരണം നമുക്കിങ്ങനെ പലതരത്തിലുള്ള വിഭജനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് ക്ലാസ് മുറിയിലൊക്കെ. അതിന് പുറത്ത് അത് കളയാണ് നല്ലതെങ്കിൽ പോലും. പക്ഷേ ഈ യഥാതഥം എന്ന് പറയുന്നത് ആർക്കെങ്കിലും സാധിക്കുമോ? ഞാൻ ഒരു നിമിഷം ഞാൻ ഈ റോഡിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതേപടി രേഖപ്പെടുത്താൻ നമുക്ക് നാം തിരഞ്ഞെടുക്കുന്നു. നാം ഒരു പക്ഷേ ഒരു നിമിഷത്തെ, ഒരു വാക്കിനെ, ചെവിയിലൂടെ കടന്നുപോയൊരു സംഭാഷണത്തെ, കണ്ണിലൂടെ കടന്നുപോയ ഒരു ദൃശ്യത്തെ, ശിരസിലൂടെ കടന്നുപോയൊരു ഓർമ്മയെ, അല്ലെങ്കിൽ മനസ്സിലൂടെ കടന്നുപോയൊരു സ്വപ്നത്തെ നാം പിടിച്ചെടുത്തത് ആവിഷ്കരിക്കുകയാണ്. എന്നിട്ട് നാം അതിനെ യഥാതഥം എന്ന് പറയുന്നു. അത് തഥായഥം എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ രീതിയിലുള്ള യഥാതഥം എന്ന് നാം പറയുന്നതിൽ പോലും ഈ തരത്തിലുള്ള ഭാവനയുടെ മന്ത്രവാദം, ഇന്ദ്രജാലം അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റപ്പെട്ടതാണ് നാം ഗോപി പറഞ്ഞതുപോലെ ഏറ്റവും രാഷ്ട്രീയമായ കവിതകളിൽ പോലും നാം ആ രീതിയിൽ യാഥാർത്ഥ്യത്തെ മാറ്റിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം അതിനെ കവിത എന്ന് വിളിക്കുന്നത്. രാഷ്ട്രീയത്തിൽ കവിത ഇല്ല എന്ന അർത്ഥത്തിലല്ല, കവിതയിൽ രാഷ്ട്രീയം വരുമ്പോൾ അതും കവിതയുടേതായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുകയും കവിതയുടെ ഭാഷയിൽ രാഷ്ട്രീയം
സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നാം ഒരുപക്ഷെ കൂടുതൽ നല്ല മനുഷ്യരായി മാറുകയും ചെയ്യുന്നു. ഈ കവിതയുടെ ഭാഷ മറന്നു പോകുമ്പോഴാണ് രാഷ്ട്രീയം പോലും ശുഷ്കവും കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നതും ഒക്കെയായി മാറുന്നത്. അത് കവിതയുടെ ഭാഷ ഇരുന്നെങ്കിൽ, എല്ലാവരെയും തുല്യരായി കാണുന്ന ഭാഷ സംസാരിച്ചിരുന്നെങ്കിൽ, അത് നിലാവിൻ്റെയോ പൂക്കളുടെയോ സ്വപ്നങ്ങളുടെയോ ഒക്കെ ഭാഷ സംസാരിച്ചിരുന്നെങ്കിൽ, അത് വരേണ്ട ഭാവയുടെ സമത്വത്തിൻ്റെ ഭാഷയെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഭാഷ കൂടുതൽ മസൃണവും മൃദുലവും മാനുഷികവും ഒക്കെ തന്നെ ആയി മാറുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നാം കവിതയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു സൈദ്ധാന്തിക ചർച്ചയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം അങ്ങനെ ചെലവിട്ട ഒരാളാണ് ഞാൻ. പലതിൻ്റെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം, സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം, ഒരുപാട് ലേഖനങ്ങളിൽ ഞാൻ ഇത് പല രീതികളിൽ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഥകളിലും കവിതകളിലുമൊക്കെ ഞാൻ പറഞ്ഞു വന്നത് അതായിരുന്നു, ഒരു ആത്മാംശം സ്വാഭാവികമായും ഉണ്ടാകും, ഒരു ആത്മകഥാംശവും ഉണ്ട്. ഇപ്പോൾ അപസ്മാരത്തെക്കുറിച്ചുള്ള ഞാൻ വേണമെങ്കിൽ വായിക്കാം. ഒരു അധികം കവിതകൾ വായിക്കരുത്, നിങ്ങൾ ഈ പുസ്തകം പിന്നെ വാങ്ങില്ല എന്നുള്ളതുകൊണ്ട്. കാരണം ഇത് ഇവിടെ ഇരുന്ന് എനിക്കൊരു 15 മിനിറ്റ് കൊണ്ട് വായിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ മാതൃഭൂമിക്കാരെ ഒരു തരത്തിൽ നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ അപസ്മാരം എന്നുള്ള കവിത വാസ്തവത്തിൽ എനിക്കുള്ളൊരു രോഗമാണ്. ഈ അപസ്മാരം എന്ന് പറയുന്നത് വീണ് ഇങ്ങനെ ഒരു നമ്മൾ കണ്ടിട്ടുള്ള അപസ്മാരം എന്ന് പറയുമ്പോൾ, പക്ഷെ വേറൊരു അപസ്മാരമുണ്ട്, ആന്തരികമായ. ഒരുപക്ഷെ ഈ പറഞ്ഞ കവിത എന്നൊക്കെ പറയുന്നത് അത് തന്നെ ആയിരിക്കും. ഇത് ഇന്റേണൽ എപ്പിലെപ്സി എന്ന് ഡോക്ടർമാർ അതിനെ വിളിക്കുന്നത് വേറെ, ട്രാൻസിയന്റ് ഗ്ലോബൽ അമ്നീഷ്യ. അതാണ് എനിക്കുള്ളൊരു രോഗം. അതിനെന്താ പറയുക, ഒരു നശ്വരമായ ആഗോള വിസ്മൃതി എന്നായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ തർജ്ജമ. ഇത് ശരിക്കുള്ളൊരു പേരാണ്, TGA എന്ന് ഡോക്ടർമാർ പറയുന്ന രോഗം. വളരെ മുമ്പ് ഡൽഹിയിൽ വെച്ച് തന്നെ ആരംഭിക്കുകയും കേരളത്തിൽ വന്നപ്പോൾ വർദ്ധിക്കുകയും ഒക്കെ ചെയ്ത ഒരു അപ്പോൾ ആ അപസ്മാരം എന്ന കവിത എഴുതുമ്പോൾ അതെൻ്റെ കയ്യിലുണ്ട്. ഇതിൽ ഒരുപാട് കഥകളിലും കവിതകളിലും ആശുപത്രി വരുന്നുണ്ട്. ആശുപത്രിയിലെ കൻറ്റീൻ. ഞാൻ 2 തവണ അടുത്ത കാലത്ത് ആശുപത്രിയിലായിരുന്നു. ഒരു തവണ ഒരു മിക്കവാറും ശാരീരികമായ സമ്പൂർണ്ണ തളർച്ചയുടെ വക്കിലായിരുന്നു, ഓർമ്മയുടെ പ്രശ്നങ്ങളും എല്ലാമായിട്ട്. മറ്റൊരു തവണ ഒരു നാഡീരോഗം ബാധിച്ച് എനിക്കിപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ആ സമയം ഈ ആശുപത്രിയിൽ കഴിച്ച, ശരിക്കും പറഞ്ഞാൽ 13-14 ദിവസം 2 തവണയായിട്ട് കഴിച്ചിട്ടുള്ളൂവെങ്കിലും ആ സമയത്തും നമ്മുടെ മനസ്സ് കാണുന്നത് ഒരു പ്രത്യേക രീതിയിൽ ആശുപത്രിയിലെ സംഭവങ്ങളെയും രോഗികളെയും മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവരെ അകത്തേക്ക് കൊണ്ടുവരുന്നതും മരിച്ചവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ നാം കാണുന്നത് ഒരു ആകെയുള്ളൊരു ലോകത്തിൻ്റെ തന്നെ അനുഭവത്തിൻ്റെ ഒരു ചെറിയ ഒരു പ്രതീകമോ അവതാരമോ എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ഈ ആശുപത്രി വാസം ഉൾപ്പെടെ, നേരത്തെ ആശുപത്രിയെ പറ്റി സൂചിപ്പിച്ചു ഗോപി, വളരെ മുമ്പ് എഴുതി, അതും ഒരു ആശുപത്രി വാസത്തിൽ ടൈഫോയിഡ് കൊണ്ട് ആശുപത്രിയിൽ കിടന്നൊരു കാലത്തുണ്ടായ കവിതയാണ്. അങ്ങനെ ഈ ആശുപത്രിവാസം ഉൾപ്പെടെ ഏറ്റവും ഭീകരങ്ങൾ ആയ ദുരന്താനുഭവങ്ങൾ പോലും ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം അത് തങ്ങളുടെ ഭാവനയ്ക്ക് ഭക്ഷണം നൽകുന്ന, പുതിയ വിഷയങ്ങൾ നൽകുന്ന ഒന്നായി മാറുന്നു. ഏറ്റവും മഹാദുരന്തങ്ങൾ പോലും സർഗാത്മകമായി മാറുന്ന നിമിഷങ്ങളെയാണ് പലപ്പോഴും നാം വലിയ സൃഷ്ടിയുടെ നിമിഷങ്ങൾ എന്ന് വിളിക്കുന്നത് എന്ന് പറയാം. ആ രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഒരുപക്ഷെ എനിക്ക് ഈ രീതിയിലുള്ള അനുഭവങ്ങൾ, ഒരു മൃത്യുവുമായുള്ള അഭിമുഖം, ഇതൊരു അതിശയോക്തിയാണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഞാൻ ഇനിയും ജീവിച്ചേക്കുന്നുണ്ട് കുറച്ച് കാലമൊക്കെ, ഈ യോഗം കഴിയുന്നവരെയെങ്കിലും. അപ്പം അതുകൊണ്ട് പക്ഷേ എങ്കിലും ഈ അത് കവികളുടെ ഒരു രോഗമാണ്. ഒരു ചെറിയ അതിശയോക്തി കവിതയുടെ അത്യാവശ്യമാണ്. സ്വന്തം നാട്ടിൻപുറത്തെ വായനശാലയെ പറ്റി എഴുതുമ്പോൾ പോലും ഈ ഒരു അതിശയോക്തിയുടെ ഒരു അംശമാണ്. അത് ഭാവനയുടെ ഒരു ധർമ്മമാണ്. അല്ലാതെ അങ്ങനെ അതിശയോക്തി എന്നുള്ള അലങ്കാരം പ്രയോഗിക്കുന്നതല്ല. ഭാവനയുടെ പല ധർമ്മങ്ങളിൽ ഒന്നാണ് ഈ അതിശയോക്തി
അതിശയോക്തി എന്ന് പറയുന്നത്. അല്പം അല്പം കൂടിയ ഡിഗ്രിയിൽ കാര്യങ്ങളെ കാണുക. ഒരു 99 ഡിഗ്രി പനിയാണെങ്കിൽ 106 എന്ന് സങ്കല്പിക്കുക. ഇത് ഇങ്ങനെയാണ് ഈ കവികളും കഥാകൃത്തുക്കളും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മളിൽ എല്ലാവരും ഉണ്ട് ഈ തരത്തിലുള്ള മനുഷ്യർ, സർഗാത്മകരായ. എപ്പോൾ വേണമെങ്കിലും ഒരു കടലാസ് കിട്ടിയാൽ ചിത്രം വരയ്ക്കാവുന്ന, കവിത എഴുതാവുന്ന, കഥ എഴുതാവുന്ന, നോവലോ നാടകമോ സൃഷ്ടിക്കാവുന്ന മനുഷ്യർ നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. ചിലർക്ക് അതിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു, ചിലർക്ക് അതിനുള്ള അവസരം ലഭിക്കുകയോ അവരുടെ ഭാവന രീതിയിൽ പ്രചോദിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു എന്നേ ഈ വ്യത്യാസങ്ങളെക്കുറിച്ച് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഈ കഥാസമാഹാരത്തെയും കവിതാ സമാഹാരത്തെയും ഞാൻ കാണുന്നത് ഭാവനയുടെ തന്നെ 2 രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്ന നിലയിലാണ്. കാർവറെ പറ്റി സന്തോഷം പറയാറുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഞാനെ പറ്റി പറയുന്നത്. എനിക്ക് വളരെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാകൃത്തുക്കൾ ആരും തന്നെ നേരത്തെ പറഞ്ഞ് യഥാർത്ഥന്മാരല്ല. എനിക്ക് പ്രിയപ്പെട്ട ആളുകൾ കാഫ്ക മുതൽ ഇങ്ങോട്ടുള്ള കാഫ്കയെ ഇഷ്ടമാണ്, ഇറ്റാലോ കാൽവിനോവിനെ ഇഷ്ടമാണ്, ബോർഹെസിനെ ഇഷ്ടമാണ്. ഇങ്ങനെ എനിക്ക് പേര് പറയാവുന്ന കുറച്ച് ആളുകളുണ്ട്. കുന്തേര മരിച്ചപ്പോൾ ഞാൻ എഴുതിയ കവിത നിങ്ങളിൽ ചിലർ വായിച്ചിട്ടുണ്ട്. വെർട്ടിഗോ എന്നുള്ള പേരിൽ ഒരു നീണ്ട കവിത. കാരണം മുലായം കുന്തേരയുടെ എല്ലാ വർക്കുകളും വായിച്ചിട്ടുള്ള ഒരാളാണ്. സരമാഗുവിൻ്റെ എല്ലാ നോവലുകളും വായിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ നോവൽ ലൈബ്രറി അത്ര മോശമല്ലാത്ത ഒരു നോവൽ ലൈബ്രറിയാണ്. അപ്പോൾ അത് ആ തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിൽ ഭാവന പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഫിക്ഷൻ, അതായത് കഥയും നോവലും അല്ലെങ്കിൽ കവിത, ഇതിനോടൊക്കെയുള്ളൊരു സവിശേഷമായ എന്താ പറയുക, ഒരു ആഭിമുഖ്യം എൻ്റെ മനസ്സിന്, സർഗാത്മകമായാലും അല്ലെങ്കിലും എൻ്റെ മനസ്സിന് മുമ്പ് തൊട്ടേ വായനക്കാരെന്ന നിലയിലും എഴുത്തുകാരെന്ന നിലയിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കഥകളിലും മിക്കവാറും ഏറ്റവും കടുത്ത രാഷ്ട്രീയം പ്രതിപാദിക്കുന്ന കഥകൾ ധാരാളമുണ്ട്. ഒരു 2 റോബോട്ടുകൾ തമ്മിൽ മതത്തിൻ്റെ പേരിൽ മല്ലടിക്കുന്നൊരു കഥയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കല്ലുകൾ ജാതി പറഞ്ഞ ആളുകളെ വേർതിരിക്കുന്ന കഥകളുണ്ട്. വളരെ വളരെ പൊളിറ്റിക്കൽ, വളരെ രാഷ്ട്രീയമാണ് ഇതിലെ പല കഥകളും. പക്ഷെ അപ്പോഴും അത് പ്രവർത്തിക്കുന്ന സമ്പ്രദായം ഒരു സാധാരണ രാഷ്ട്രീയ കഥ പറയുന്ന ഒരു സമ്പ്രദായമല്ല. നേരെ മറിച്ച് ഏതോ ഒരു ഭാവനാലോകത്ത് കൂടിയാണ് ഇത് നടക്കുന്നത് തോന്നുകയും ആ ഭാവനാലോകവും യഥാർത്ഥ ലോകവുമായുള്ള ബന്ധം കണ്ടുപിടിക്കുന്ന ജോലി വായനക്കാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സമ്പ്രദായമാണ് കഥ എഴുതുമ്പോൾ ഞാൻ ബോധപൂർവ്വം ഉപയോഗിക്കുകയല്ല. എൻ്റെ രീതി അതായിരിക്കാം എന്ന് ഞാൻ മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കവിതയിലും കഥയിലും ഒക്കെ തന്നെ ഈ രീതിയിൽ ഭാഷയുടെയും ഭാവനയുടെയും അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെയും ഒക്കെ പ്രവർത്തനമുണ്ട് എന്ന് എല്ലാ കാലത്തും കരുതി പോന്നിട്ടുള്ള, ഇന്നും കരുതുന്ന ഒരാളാണ് ഞാൻ. ഗോപി പറഞ്ഞത് ശരിയാണ്. രാഷ്ട്രീയമായ നിലപാടുകൾ ഞാൻ പാർട്ടി മാറുന്ന ആളല്ല. അതിലൊരു പ്രധാന കാരണമുണ്ട്. ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല, ഇനി പാർട്ടികളിലൊന്നും ചേരാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് ഞാൻ വളരെ വ്യക്തമാക്കിക്കൊള്ളട്ടെ. ഇതുവരെ ഒരു പാർട്ടിയിലും വോട്ട് ചെയ്യാറുണ്ട്. അത് പല കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കക്ഷി രാഷ്ട്രീയമല്ല. നേരെ മറിച്ച് നാം എല്ലാം മനുഷ്യരായ നാം എല്ലാം പങ്കുവെക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ഈ ജാതി വ്യത്യാസങ്ങളില്ലാത്ത മതങ്ങളുടെ പേരിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാത്ത, ദേശത്തിന് അതിർത്തികളില്ലാത്ത, എല്ലാ മനുഷ്യർക്കും മനുഷ്യരെന്ന നിലയിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം. എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്നതല്ല, വ്യത്യാസങ്ങൾ വിദ്വേഷത്തിന് കാരണമാകാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം. ഇതിനെ പല പേരിലും ഇതിനെ നിങ്ങൾക്ക് വിളിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗാന്ധിയും മാർക്സും അംബേദ്കറും അവരെയൊക്കെ ഞാൻ ഒന്നിച്ചിരുത്തുമെന്ന്. കാരണം ഇവരെല്ലാവരും ഈ സ്വപ്നം കാണുകയും ഈ സ്വപ്നത്തെ പല രീതികളിൽ പിന്തുടരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യരായിരുന്നു. ഈ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ട്, വർഗവ്യത്യാസവും വർണ്ണവ്യത്യാസവും വംശവ്യത്യാസവും ഒക്കെ കണ്ട്, ലിംഗ വ്യത്യാസവും ഒക്കെ കണ്ട്, അവിടെയെല്ലാം അധികാരത്തിൻ്റെ അതിഭീകരമായ ലീലകൾ കണ്ട്, ആ ആസുരതകളോടുള്ള കോപം കൊണ്ട്, ധാർമ്മിക രോഷം കൊണ്ട് ഒരു പുതിയ ലോകം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ച അനേക
അനേകം മനുഷ്യരുടെ നിരയിലാണ് ഇവരെല്ലാവരും വരുന്നത്. ഞാൻ ബുദ്ധനെയും ക്രിസ്തുവിനെയും അതിൻ്റെ പിറകിൽ തന്നെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ആത്മീയതയെ പറ്റി പറയുന്നത്. നിങ്ങൾ എനിക്ക് മാപ്പ് തരിക, എൻ്റെ മിക്കവാറും കവിതാ സമാഹാരങ്ങളുടെയൊക്കെ മുഖവുരയിൽ ഞാനൊരു ആത്മീയതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനൊരു മതവിശ്വാസിയല്ല. ക്ഷേത്രങ്ങളിൽ ഞാൻ എൻ്റെ സഹതർപ്പിണി അല്ലെങ്കിൽ കൂട്ടുകാരി ചിലപ്പോഴൊക്കെ അമ്പലത്തിൽ പോകുന്നതാണ്. ഞാൻ കൂടെ പോയിട്ടുണ്ട്, ഞാൻ പുറത്ത് നിൽക്കും. അതിലൊന്നും ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും എനിക്കൊരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെയുള്ളൊരു ആത്മീയതയിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അതാണ് ആത്യന്തികമായി വെറുപ്പിലേക്ക് നയിക്കുന്നത്. അതൊക്കെയാണ്. ശിവനും വിഷ്ണുവും തമ്മിൽ തന്നെ സമാധാനത്തിലാണോ കഴിയുന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അപ്പൊ പിന്നെ ഈ അഭിമാനം രണ്ട് മതങ്ങൾ തമ്മിൽ ആലോചിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മതങ്ങളൊന്നും വേണ്ട, അതൊന്നും ഇല്ല. കാരണം വാസ്തവത്തിൽ യഥാർത്ഥ ആത്മീയത അതാണ്. ഞാൻ ഈ കോവിഡ് കാലത്ത് മറൂമിനെയാണ് അതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കബീർ ഉൾപ്പെടെയുള്ള ഒരുപാട് സൂഫി കവികളെയും ഭക്തി കവികളെയും പരിഭാഷ ചെയ്യുന്നുണ്ട്. അത് പുതിയ കാര്യമല്ല, വളരെ പണ്ട് തൊട്ടേ അതിനെപ്പറ്റി സംസാരിക്കുകയും ദീർഘമായി എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചില കവിതകൾ തന്നെ തർജ്ജമ, അവരെപ്പറ്റി കവിതകളും എഴുതിയിട്ടുണ്ട്, ഒരുപാട് കവിതകൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ. അപ്പോൾ ആ കാലത്ത് ഇവരെയൊക്കെ ഈ കബീറൊക്കെ പറയുന്നത് അതാണ്, നിങ്ങൾ അങ്ങോട്ട് നോക്കി നമസ്കരിക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കി നമസ്കരിക്കണമെന്ന് പറയുന്നു. നിങ്ങൾ തന്നെ പറയുന്നു ദൈവം ലോകത്ത് മുഴുവനും ഉണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ തന്നെ പ്രത്യേക ദിക്കിലേക്ക് നോക്കി നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ നമസ്കരിക്കുന്നത് എന്ന് കബീർ ചോദിക്കുന്നുണ്ട്. അത് സൂഫിക്ക് മാത്രം ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. ഒരു യഥാർത്ഥ വിശ്വാസിക്ക്, വിദ്വേഷങ്ങളൊന്നുമില്ലാത്ത വിശ്വാസത്തെ സ്നേഹത്തിൻ്റെ ആധാരശിലയായി കാണുന്ന ഒരാൾക്ക് മാത്രം ചോദിക്കാൻ കഴിയുന്നൊരു ചോദ്യമാണ് അത്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അതേ ചൈതന്യത്തെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. എന്തിനാണ് നിങ്ങളൊരു പ്രത്യേക ദിക്കിലേക്ക് നോക്കി അവിടെ നിന്നാണ് ദൈവം വരിക എന്നുള്ള മട്ടിൽ നിൽക്കുന്നത്? ഈ ഒരു തിരിച്ചറിവ്, ആത്യന്തികമായ തിരിച്ചറിവ് ഇതാണ്. ഈ ഭൂമി ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഒരു വലിയ ലോകത്തിൻ്റെ ഒരു വളരെ ചെറിയ മൂലയിലാണ് ജീവിക്കുന്നത്. നാലപ്പാടൻ ഇതിലൊക്കെ സ്വാഭാവികമായിട്ട് എനിക്ക് ഉദ്ധരിക്കേണ്ടി വന്ന വരികളാണ് അത്. ഈ അനന്തവജ്ഞാതം അവർണ്ണീയം. അപ്പൊ നമ്മളെ ഈ ലോകം തിരിയുന്ന മാർഗം നമുക്ക് തികച്ചും അജ്ഞാതമാണെന്നല്ല. ഞാൻ അവിടെ വെച്ചൊരു വാക്കും ഉപയോഗിച്ചു, ജ്ഞേയത എന്നതൊരു സംശയാസ്പദമായ പദമാണെന്നുള്ള വാക്ക് ആ സംസാരത്തിൽ അവിടെ വന്നിട്ടുണ്ടായൊരു പദമാണ്. വാസ്തവത്തിൽ ആ പദം ശരിയുമാണ്. അജ്ഞേയത എന്നുള്ള പകരം നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്, അറിയാൻ കഴിയായിക. അപ്പോൾ ജ്ഞേയത എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയുക. അപ്പോൾ സമ്പൂർണമായ ജ്ഞേയത ഒരു ജീവിക്കും ഒരുപക്ഷെ വിധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം നാം അനേകം ഗോളയൂഥങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഗോളയൂഥത്തിൻ്റെ ഒരു മൂലയിലുള്ള ഭൂമി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗോളത്തിലുള്ള ഒരു കൊച്ചു ജീവിയാണ്. ഏത് പ്രാണിയോടും തുല്യനായ അല്ലെങ്കിൽ തുല്യയായ ഒരു ജീവിയാണ്. ഈ തിരിച്ചറിവ് ആണ് ആത്യന്തികമായൊരു മനുഷ്യൻ്റെ ഈ തിരിച്ചറിവിനെയാണ് ചിലർ ഭക്തി എന്ന് വിളിക്കുന്നു, ചിലർ വിനയമെന്ന് വിളിക്കുന്നു. ഈ മഹാപ്രപഞ്ചത്തിന് മുന്നിലുള്ള വിസ്മയം, അത് നമ്മിൽ നിറയ്ക്കുന്ന ആശ്ചര്യം, അത് നമ്മിൽ ഉണ്ടാക്കുന്ന എളിമ, ഏറ്റവും ഒരു മണൽത്തരിയാണ് ഞാനെന്ന് തോന്നിക്കുന്ന എളിമ. ഇതൊക്കെയാണ് ഒരുപക്ഷെ ഗോപിയോ അല്ലെങ്കിൽ രാമേന്ദ്രനോ ദന്തർഷകരൊക്കെ പറഞ്ഞ പോലുള്ള, അതിന് ഞാൻ പക്വത എന്നൊന്നും വിളിക്കില്ല. അതൊക്കെ ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ രാമേന്ദ്രനും ഗോപിക്കും ഒന്നിച്ചിരിക്കാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പൊ ഇതാണ് വാസ്തവം. ഈ ഒരു തിരിച്ചറിവ്, ഇതാണ് വാസ്തവം. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട്, എനിക്ക് 80 പോവാണ് വരുന്ന മെയ് മാസത്തില്. അപ്പൊ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഞാൻ നേടിയിട്ടുള്ളത് വാസ്തവത്തിൽ ഈ എളിമയാണ്. നമ്മൾ ഇത്ര നിസ്സാരരാണ് എന്നൊരു തിരിച്ചറിവ്. ഈ ലോകത്ത് അനേകം പ്രാണികളുണ്ട്. ആ കൂട്ടത്തിലൊരു പ്രാണി അതിജീവിക്കുമോ എന്ന് യാതൊരു, പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം കൂടി വന്നുകൊണ്ട്
അതിജീവിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ചെറിയ പ്രാണി. ഈ തരത്തിലുള്ള ഒരു അടിസ്ഥാനപരമായ സ്വന്തം സ്ഥാനത്തെക്കുറിച്ചുള്ള ബോധം, അതെനിക്ക് തോന്നുന്നു വളരെ വളരെ പ്രധാനമാണ്. ജീവിതം നമുക്ക് തന്നുപോകുന്ന ക്രമേണ നമ്മിൽ ജനിപ്പിക്കുന്ന ഒരു വിസ്മയകരമായ വിനയം നിറഞ്ഞ ഒരു ലോക സമീപനമാണ്, പ്രപഞ്ചത്തോടുള്ള സമീപനമാണ് അത് എന്ന് പറയാം. ഒരുപക്ഷെ എൻ്റെ ഈ കവിതകളിൽ ഉൾപ്പെടെയുള്ള സമീപകാല കവിതകളിലെല്ലാം തന്നെ എവിടെയൊക്കെയോ അതിൻ്റെ സ്ഫുരണങ്ങൾ ഉണ്ടാകാം. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ അപസ്മാരം എന്ന കവിതയിലാകാം, നശ്വരതയെക്കുറിച്ചുള്ള ചില വിചാരങ്ങളിലാകാം, മരണത്തെക്കുറിച്ചുള്ള ആലോചനകളിലാകാം. പല രീതികളിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയവും സാമൂഹ്യവുമായ സമസ്യകൾക്കെല്ലാം ഇടയിൽ ചില മനുഷ്യ ജീവിതത്തിൻ്റെ അതൊരു പ്രഹേളികയാണ് എന്ന, ഒരിക്കലും പൂർണ്ണമായും നമ്മുടെ ജ്ഞാനത്തിന് വഴങ്ങാത്തൊരു പ്രഹേളികയാണ് എന്ന ബോധം, ഇത് എനിക്ക് തോന്നുന്നു വളരെ സ്വാഭാവികമാണ്. നാം മനുഷ്യരായി ജീവിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നാം ആ തരത്തിലുള്ളൊരു വിനയത്തിൽ എത്തിച്ചേരും. അത് നമ്മെ ഭക്തരാക്കണമെന്നോ കല്ലുകളുടെ മുമ്പിൽ തൊഴാൻ നമ്മെ പ്രേരിപ്പിക്കണമോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ഗോള സമൂഹത്തിലുള്ള ഒരു ചെറിയ ഗോളത്തിൽ എവിടെയോ ഒരു മൂലയിലുള്ള അനേകം പ്രാണികളിൽ ഒരാൾ മാത്രമാണ്. ബഷീറിന് അതറിയാമായിരുന്നു. കാരണം ബഷീർ ഒരു സൂഫിയായിരുന്നു. മനസ്സുകൊണ്ട് പൂർണ്ണമായും സൂഫി എന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഒരുപക്ഷെ അങ്ങനെ തിരിച്ചറിഞ്ഞ എഴുത്തുകാരായിരിക്കാം ഈ ലോകത്തെ പുതിയ രീതിയിൽ കാണാൻ, മനുഷ്യരെ പുതിയ രീതിയിൽ ഗോളസമൂഹത്തെ കാണാൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന ആളുകൾ കൂടി എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കവിത വായിച്ചാൽ നിങ്ങളോടിപ്പോവും. അപസ്മാരം. കവിത ഒരു തരം അപസ്മാരമാണ്. വായിൽ നിന്ന് നുര വരുന്നു, അത് അർത്ഥശൂന്യമായ ശബ്ദങ്ങളും വാക്കുകളും പുറപ്പെടുവിക്കുന്നു. ഇളക്കങ്ങൾ താത്കാലികമാണ്. നിഘണ്ടുക്കൾക്ക് പോലും ആ ശബ്ദങ്ങൾ തിരിയുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് രോഗിക്ക് അറിഞ്ഞുകൂടാ. ലോകം അല്പനേരം അപ്രത്യക്ഷമാകുന്നു. സൂര്യനില്ല, ചന്ദ്രനും. അത് അർത്ഥധാര്യമായ ഒരു പ്രപഞ്ചമാണ്. അവിടെ നിഴലുകൾക്ക് മാംസം വയ്ക്കുന്നു, രൂപങ്ങൾ നിഴലുകളായി അലിയുന്നു. സമത്വം ഇനി ഒരാദർശമല്ല. ജീവനുള്ളതെല്ലാം വാക്കിൻ്റെയും വിക്കിൻ്റെയും ഈ ഭാഷയ്ക്ക് കൊതിക്കുന്നു. അപസ്മാരം ഒരുതരം കവിതയാണ്.